ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള 5 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ടാകും. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ചൂടായി വന്നാൽ ഇതുപോലെ ബ്രെഡ് നിരത്തിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നല്ല പോലെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഓയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു ഭാഗം ആയിട്ട് വന്നാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും നല്ല പോലെ മൊരിച്ചെടുക്കുക. രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. പിന്നെ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഒരു കത്രിക അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനൊരു ബ്രെഡിന് ഒരു 3 പീസായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു പീസിന് 4 ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലതും ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. മൊത്തത്തിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ചിക്കിയെടുക്കുക. ഇതുപോലെ ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. മുട്ട സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വരുന്നവരെ തന്നെ ചിക്കിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ആയിട്ട് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളി അങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച ചുവക്കൊന്ന് മാറണ വരെ വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് വാടി വന്നാൽ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പൊടികളുടെ ഒരു പച്ച ചുവ മാറണ വരെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. കൂടെ തന്നെ ഒരു വലിയ തക്കാളിൻ്റെ പകുതി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് വാടിയിട്ട് വരും. ഇതിവിടെ ആയിട്ടുണ്ട്. ഒത്തിരി സമയം ഇത് കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. അധികം അങ്ങ് സോഫ്റ്റാക്കി എടുക്കരുത്. ഈ ഒരു ക്യാപ്സിക്കം ഒന്നും ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിക്കി എടുത്തിട്ടുള്ള മുട്ട ഫുള്ളായിട്ട് ചേർക്കാം. പിന്നെ കൂടെ തന്നെ ഇതിലേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/2 മുറി നാരങ്ങൻ്റെ നീരും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു പുളിയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി എല്ലാം കൂടെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന
അടിപൊളി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്